ഓഹരി നിക്ഷേപകർക്കിടയിൽ വലിയ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഡിഫൻസ് സെക്ടറിലെ ഓഹരികളുടെ മികച്ച സാധ്യതകളും അവയിൽ ചിലതിൻ്റെയെങ്കിലും അപകട സാധ്യതകളും വിവരിക്കുന്നതാണ് ഫോക്കസ് ഓൺ ഫൈനാൻസിൻ്റെ ഈ വീഡിയോ. ഡിഫൻസ് സെക്ടറിൽ 35-ൽ ഏറെ കമ്പനികളാണ് ഇന്ത്യയിലുള്ളത്. ഇതിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികളുടെ എണ്ണം തന്നെ ഏകദേശം 25 വരും. ഈ കമ്പനികൾ നിർമ്മിക്കുന്ന പ്രധാന ഉൽപ്പന്നങ്ങൾ യുദ്ധക്കപ്പലുകൾ, അന്തർവാഹിനികൾ, ഫൈറ്റർ ജെറ്റുകൾ, ഡ്രോണുകൾ, മിസൈലുകൾ, മിലിറ്ററി വെഹിക്കിൾസ്, അതുപോലെ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്സ് തുടങ്ങിയവയാണ്. ഡിഫൻസ് സെക്ടറിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ലോകത്തെ തന്നെ ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്നായി ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ സൈന്യം എന്ന് പറയുന്നത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ സൈന്യമാണ്. ഇതാണ് ഡിഫൻസ് സെക്ടറിൻ്റെ വലിയൊരു പ്രാധാന്യം. 2023-24 കേന്ദ്ര ബജറ്റിൽ 1,62,000 കോടി രൂപയാണ് ഡിഫൻസ് സെക്ടറിലെ കമ്പനികളുടെ നവീകരണത്തിനും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി നീക്കിവയ്ക്കപ്പെട്ടത്. ഇത് മുൻ വർഷം നീക്കിവച്ചിരുന്ന തുകയേക്കാൾ 6.7% കൂടുതലുമായിരുന്നു. ഡിഫൻസ് മേഖലയിലെ കമ്പനികൾ 75ഓളം രാജ്യങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. 2017 മുതൽ ഇതുവരെയുള്ള കണക്ക് പരിശോധിച്ചാൽ ഡിഫൻസ് സെക്ടറിൽ നിന്നുള്ള കമ്പനികളുടെ കയറ്റുമതിയിൽ ഉണ്ടായിട്ടുള്ള വർധന എന്ന് പറയുന്നത് 334%. ഈ വർഷം ഡിഫൻസ് സെക്ടറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അതായത് ഡിഫൻസ് സെക്ടറിലെ കമ്പനികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് 2,28,000 കോടി രൂപയുടെ വിറ്റുവരവാണ്. ഇതിൽ 44,000 കോടി രൂപയും കയറ്റുമതിയിൽ നിന്നുള്ള വരുമാനമായാണ് പ്രതീക്ഷിക്കുന്നത്. 2026 അത് തൊട്ടടുത്ത വർഷം 1,32,000 കോടി രൂപയുടെ കയറ്റുമതിയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. ഡിഫൻസ് സെക്ടർ പ്രവർത്തിക്കുന്ന കമ്പനികളിൽ പബ്ലിക് സെക്ടർ മേഖലയിൽപ്പെട്ട കമ്പനികളുമുണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടർ മേഖലയിൽപ്പെട്ട കമ്പനികളുമുണ്ട്. പബ്ലിക് സെക്ടർ മേഖലയിൽപ്പെട്ട കമ്പനികളെന്ന് പറയുമ്പോൾ പൂർണ്ണമായും സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള കമ്പനികളാണ്. ഈ കമ്പനികൾ എല്ലാം നടത്തുന്ന പരിശ്രമം പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി വളരെ കുറച്ച് കൊണ്ടുവരുന്നതിന് സഹായകമായിട്ടുണ്ട്. മറ്റൊന്ന്, ഈ കമ്പനികളെല്ലാം തന്നെ, അല്ലെങ്കിൽ ഈ കമ്പനികൾ മിക്കവയും തന്നെ സാങ്കേതിക രംഗത്ത് കൈവരിച്ചിരിക്കുന്ന വലിയ നേട്ടമാണ്. ഈ കമ്പനികളിൽ പലതിനും മികച്ച റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിഭാഗമുണ്ട്. ആ വിഭാഗങ്ങളിലൊക്കെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് വളരെ വലിയ തോതിൽ പ്രശംസനീയമായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇനി ഡിഫൻസ് സെക്ടർ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ ഓഹരികളിൽ പണം മുടക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് പരിഗണിക്കേണ്ടത് എന്ന് നോക്കാം. ഏറ്റവും പ്രധാനമായി പരിഗണിക്കേണ്ട കാര്യം, നിക്ഷേപത്തിന് തിരഞ്ഞെടുക്കുന്ന കമ്പനി അതിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് ആഗോളതലത്തിലും അതുപോലെ തന്നെ ആഭ്യന്തര തലത്തിലും ഉള്ള ഡിമാൻഡാണ് പരിഗണിക്കേണ്ടത്. ചില കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് വലിയ തോതിലുള്ള ഡിമാൻഡായിരിക്കും അനുഭവപ്പെടുന്നത്. ചില കമ്പനികളുടേത് താരതമ്യേന കുറഞ്ഞ ഡിമാൻഡായിരിക്കും ഉണ്ടാവുക. മറ്റൊന്ന് കോമ്പറ്റീഷനാണ്. ഒരേ ഉൽപ്പന്നം നിർമ്മിക്കുന്ന കമ്പനികൾ പ്രതിരോധ മേഖലയിലുണ്ട്. ഇവ തമ്മിലുള്ള മത്സരം, ഈ മത്സരത്തിൽ
ഏത് കമ്പനിക്കാണ് മുൻതൂക്കം എന്നുള്ള കാര്യം തീർച്ചയായും നിക്ഷേപത്തിന് മുമ്പായി പരിഗണിക്കണം. പരിശോധിക്കേണ്ട മറ്റൊന്ന് കമ്പനിയുടെ ഓർഡർ ബുക്കിൻ്റെ വലിപ്പമാണ്. ചില കമ്പനികൾക്ക് വലിയ തോതിലാണ് ഓർഡർ ലഭിക്കുന്നത്. 1, 2 അതല്ലെങ്കിൽ 3 വർഷം കൊണ്ടോ പോലും കരാറുകൾ നടപ്പാക്കാൻ കഴിയാത്തത്ര വലിപ്പത്തിൽ ഉള്ള ഓർഡറുകൾ പല കമ്പനികളുടെയും കൈവശമുണ്ട്. ഇത് ആ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്കുള്ള വലിയ ഡിമാൻഡാണ് സൂചിപ്പിക്കുന്നത്. അത്തരം കമ്പനികൾ തീർച്ചയായും നമുക്ക് നിക്ഷേപത്തിനായി തിരഞ്ഞെടുക്കാം. നിക്ഷേപത്തിനായി തിരഞ്ഞെടുക്കുന്ന കമ്പനിയുടെ സാമ്പത്തികമായ ആരോഗ്യനിലയാണ് പിന്നീട് പരിശോധിക്കേണ്ട മറ്റൊരു കാര്യം. സാമ്പത്തികമായ ആരോഗ്യനില എന്ന് പറയുന്നത് കമ്പനിയുടെ റവന്യൂ വരുമാനത്തിലുള്ള വളർച്ച, അതുപോലെ തന്നെ ലാഭക്ഷമത, ഇതിനു പുറമെ ഈ കമ്പനിയുടെ കടബാധ്യതയുടെ നിലവാരം. പല കമ്പനികളും ബാങ്കുകളിൽ നിന്നോ അതല്ലെങ്കിൽ ധനസ്ഥാപനങ്ങളിൽ നിന്നോ വലിയ തുക കടമെടുത്തിട്ടുണ്ടാകും. ഈ കടത്തിൽ എത്രമാത്രം തിരിച്ചടച്ചു, അല്ലെങ്കിൽ തിരിച്ചടവിൽ ഏതെങ്കിലും സമയത്ത് വീഴ്ച അനുഭവപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഒരു നിക്ഷേപകൻ പരിശോധിക്കേണ്ടതാണ്. ഗവൺമെൻറ്റിൻ്റെ നയങ്ങളും പിന്തുണയുമാണ് പരിശോധിക്കേണ്ട മറ്റൊരു കാര്യം. അതായത് സർക്കാർ പ്രതിരോധ ആവശ്യങ്ങൾക്കായി കൂടുതൽ തുക ബജറ്റിൽ നീക്കി വയ്ക്കുന്നു എന്നറിഞ്ഞാൽ അതിനർത്ഥം ഡിഫൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് അത് കൂടുതൽ മെച്ചമുണ്ടാക്കും എന്നാണ്. ഏറ്റവും അവസാനമായി പരിഗണിക്കേണ്ട ഒരു കാര്യം, നിക്ഷേപത്തിൽ തിരഞ്ഞെടുക്കുന്ന കമ്പനി അത് സാങ്കേതിക രംഗത്ത് എത്രമാത്രം മികവ് നേടുന്നു എന്നതാണ്. സാങ്കേതിക രംഗത്ത് വലിയ മികവ് നേടിക്കൊണ്ടിരിക്കുന്നതോ അതല്ലെങ്കിൽ വലിയ തോതിലുള്ള മികവ് നേടാൻ ശേഷിയുള്ളതോ ആയ കമ്പനികൾ നിക്ഷേപത്തിന് തിരഞ്ഞെടുക്കുന്നതായിരിക്കും അഭികാമ്യം. ഡിഫൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികൾക്കും മികച്ച സാധ്യതകൾ ഉണ്ടെന്നർത്ഥമില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില ഓഹരികളെങ്കിലും അപകട സാധ്യതയുള്ളവയുമാണ്. അപകടം എന്താണെന്ന് പരിശോധിച്ചാൽ ചില കമ്പനികളുടെ ഓർഡർ ബുക്ക് വളരെ ദുർബലമായിരിക്കും. അങ്ങനെ ദുർബലമായ ഓർഡർ ബുക്കുള്ള കമ്പനികൾ നിക്ഷേപത്തിന് തിരഞ്ഞെടുക്കുന്നത് അഭിലഷണീയമല്ല. മറ്റൊന്ന് കരാറുകൾ നടപ്പാക്കുന്നതിൽ വരുത്തിയിട്ടുള്ള കാലതാമസമാണ്. ഇങ്ങനെ കാലതാമസം വരുത്തുന്നത് പതിവാക്കുകയാണെങ്കിൽ വേണ്ടത്ര ഓർഡറുകൾ ഭാവിയിൽ ലഭിക്കാതെയാവും. അങ്ങനെ കമ്പനിയുടെ ലാഭക്ഷമതയെ അത് ബാധിക്കും. അത്തരം കമ്പനികളെയും ഒഴിവാക്കുന്നതായിരിക്കും ബുദ്ധി. മറ്റൊന്ന്, സാങ്കേതിക രംഗത്ത് ഒരു ഗവേഷണമോ വികസനമോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന കമ്പനികളുണ്ട്. അത്തരം കമ്പനികളെയും ഒഴിവാക്കണം. കാരണം ഇത് വളരെ മത്സരമുള്ള ഒരു മേഖലയാണ് എന്നത് തന്നെ. അതുപോലെ തന്നെ വിപണിയിൽ വളരെ കുറച്ച് മാത്രമാണ് ഓഹരിയുടെ ഇടപാടുകൾ നടക്കുന്നതെങ്കിൽ അത്തരം കമ്പനികളെയും ഒഴിവാക്കാവുന്നതാണ്. കാരണം അത്തരം ഓഹരികൾ വാങ്ങാനും അതേസമയം തന്നെ വിൽക്കാനും താമസം നേരിട്ടേക്കാം. അതായത് ലിക്വിഡിറ്റി കുറവായിട്ടുള്ള ഓഹരികളായിരിക്കും അവ. ഇനി ഡിഫൻസ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഏതാനും കമ്പനികളെ പരിചയപ്പെടുത്താം. ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളിൽ അപ്പോളോ മൈക്രോ സിസ്റ്റംസ്, ആക്സിസ് കേഡസ്, ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ്, ഡാറ്റ പാറ്റേൺസ്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ്, ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ്, മിശ്ര ധാതു നിഗം, മാസഗൺ ഡോക്ക് ലിമിറ്റഡ്, പരസ് ഡിഫൻസ്, തനേജ എയ്റോസ്പേസ് തുടങ്ങിയവയാണ്. ഇതുകൂടാതെ ചില കമ്പനികളുടെ ഓഹരികളെ ഡിഫൻസ് സെക്ടറിൽപ്പെട്ട ഓഹരികളാണെന്ന് നിക്ഷേപകരിൽ പലരും ധരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്, ആസാർ എഞ്ചിനീയറിംഗ് തുടങ്ങിയ കമ്പനികളുടെ ഓഹരികൾ ഡിഫൻസ് സെക്ടറിൽപ്പെടുന്ന കമ്പനികളുടെ ഓഹരികളാണെന്ന വിശ്വാസം പരക്കെയുണ്ട്. ഈ കമ്പനികൾ ഇവ
ഡിഫൻസ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട് എന്നത് ശരിയാണ്. അതും വലിയ തോതിൽ തന്നെ ഡിഫൻസ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. എന്നാൽ ഇവ 100% ഡിഫൻസ് കമ്പനികൾ അല്ല. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ കാര്യം എടുത്താൽ തന്നെ യുദ്ധക്കപ്പലുകളും മറ്റും നിർമ്മിക്കുന്നുണ്ടെങ്കിൽ പോലും ആ കമ്പനി ഷിപ്പിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട് മിനിസ്ട്രിയുടെ കീഴിൽ വരുന്നതാണ്. അതുപോലെ തന്നെയാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ മാത്രമല്ല ആസാദ് എഞ്ചിനീയറിംഗും നിർമ്മിക്കുന്നത്.